ഷാഫി പറമ്പിലിനെ ആക്രമിച്ച പോലീസുകാരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത തെളിയുന്നു. പോലീസുകാർ ബോധപൂർവം ലാത്തി വീശി അടിച്ചതാണെന്ന കോഴിക്കോട് റൂറൽ എസ്.പിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ കോൺഗ്രസ് നിയമ നടപടികൾ കടുപ്പിക്കുകയാണ്. പോലീസുകാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി യദു നാരായണൻ ചേരുന്നു. യദു, ഷാഫിയെ ആക്രമിച്ച പോലീസുകാരുടെ തൊപ്പി തെറിക്കുമോ? ഇവർ അറസ്റ്റിലാകുമോ? എന്താണ് വിവരങ്ങൾ? അഞ്ജന, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അനുസരിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച വിശദമായ അന്വേഷണം കോൺഗ്രസ് നടത്തിയെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില പോലീസുകാരുടെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇവർ ഇടതുപക്ഷ അനുഭാവികളാണ് എന്നും പോലീസ് അസോസിയേഷനിലെ ഇടതുപക്ഷത്തിൻ്റെ പാനലിലെ ഭാരവാഹികളാണെന്നുമുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് സൈബർ ഇടങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർണായകമായ ചില നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു വകുപ്പ് തല അന്വേഷണം DGPയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാകണമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ പോലീസ് ഉദ്യോഗസ്ഥർ സർവീസ് ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ലാത്തിചാർജ് നടത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു MP-യുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ ലംഘിച്ചു, അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിച്ചു എന്ന് മാത്രമല്ല, ചികിത്സാ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇതിൽ അറ്റംപ്റ്റ് ടു മർഡർ അഥവാ വധശ്രമത്തിന് വകുപ്പ് ഇടാനുള്ള കുറ്റകൃത്യമാണ് ഈ പോലീസുകാർ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരെ വധശ്രമ കേസ് ചുമത്തി FIR ഇട്ട് അറസ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെന്ന നിലയിലേക്ക് നിയമ പോരാട്ടം കടുപ്പിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ പോലീസുകാർ ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള അവിടെ ഉണ്ടായിരുന്ന 2 DYSPമാരുടെ അടിയന്തര നിർദ്ദേശപ്രകാരമോ വാക്കാലുള്ള നിർദ്ദേശപ്രകാരമോ ഒന്നുമായിരുന്നില്ല ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അറിയാം. പോലീസുകാരുമായി തർക്കം നടക്കുന്നതിനിടെ വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുകാരുമായി ഏറ്റുമുട്ടുന്നതിനിടയിലാണ് പൊടുന്നനെ പിറകിൽ നിന്ന്, അതായത് മുന്നിൽ നിന്ന പോലീസുകാരുടെ പിറകിൽ നിന്ന ഏതോ ചില പോലീസുകാർ ലാത്തി വലിച്ചു നീട്ടി അടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതായത് സ്വാഭാവികമായി നമ്മൾ കാണുന്ന ലാത്തി ചാർജിൻ്റെ ദൃശ്യങ്ങളല്ലായിരുന്നു അത്. സാധാരണഗതിയിൽ ലാത്തി ചാർജ് ഉണ്ടാകുമ്പോൾ എല്ലാ പോലീസുകാരും എതിരാളികളെ, അപ്പുറം നിൽക്കുന്നവരെ ലാത്തി കൊണ്ട് ആക്രമിക്കുന്ന അല്ലെങ്കിൽ തല്ലുന്ന സാഹചര്യം ഉണ്ടാകും. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നില്ല. നേരെ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം നടക്കുന്നതിനിടയിൽ പൊടുന്നനെ ലാത്തി അന്തരീക്ഷത്തിൽ നിന്ന് വന്ന് ഷാഫിയുടെ മുഖത്ത് തുരുതുര അടിക്കുകയായിരുന്നു. അപ്പോൾ ഈ നീക്കത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ രാഷ്ട്രീയ വൈരം തീർത്തതാണ് എന്ന നിലയിലേക്ക് ഈ വിഷയത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഒരു പക്ഷേ വധശ്രമം ചുമത്തി, വധശ്രമം എന്ന വകുപ്പിട്ട് ഈ പോലീസുകാരെ അറസ്റ്റ് ചെയ്യിക്കുന്നതിലേക്ക് പോലും കാര്യങ്ങളെ എത്തിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്യധികമായി പോലീസുകാർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് കോൺഗ്രസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ഉൾപ്പെടുത്തി കോടതി വഴിയും അല്ലാതെ സർക്കാർ വഴിയുമൊക്കെ നിയമപരമായും അതുപോലെ തന്നെ പരാതികൾ നൽകിയും മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ പോലീസുകാർക്കെതിരെ ഒരാഴ്ചക്കകം കടുത്ത നടപടി എടുത്തില്ല എങ്കിൽ റൂറൽ SP-യുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത സമരമുറകളിലേക്ക് കടക്കും എന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് റൂറൽ SP ആയിട്ടുള്ള ബൈജു ഇന്നലെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ചില പോലീസുകാർ പ്രശ്നമുണ്ടാക്കിയെന്നും ലാത്തിചാർജിന് ഉത്തരവിട്ടിട്ടില്ലായിരുന്നുവെന്നും ലാത്തിചാർജ് നടന്നിട്ടില്ല എന്നും നടന്നത് ചില പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണമാണ്. അപ്പോൾ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇന്നലെയാണ് SP-യുടെ ഈ തുറന്നു പറച്ചിൽ, ഞങ്ങളിൽ ചിലരാണ് ഈ പ്രശ്നമുണ്ടാക്കി അല്ലെങ്കിൽ പ്രശ്നത്തിൽ കാരണക്കാരെന്ന് പറയുന്നു. ശരിക്കും കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധത്തെ ഭയന്നാണോ റൂറൽ SP-യുടെ ഇപ്പോൾ ഈ പോലീസ് ഞങ്ങളിൽ ഒരാളാണ്, ഞങ്ങളിൽ ചിലരാണ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം കോൺഗ്രസിൻ്റെ പ്രതിഷേധം എന്ന് പറയുന്നത് അത്രമേൽ ശക്തമാണ്. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എന്ന് പറയാവുന്നതുപോലെ, അതായത് പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് അല്ലെങ്കിൽ ആ നഗരങ്ങളിലൊക്കെ പോലീസിനെതിരെ ശക്തമായ പ്രക്ഷോഭം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഒരു പക്ഷേ സമീപകാലത്ത് ഒരിക്കലും കോൺഗ്രസിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ ഐക്യമാണ് ഇപ്പോൾ പ്രകടമായിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളും പ്രവർത്തകരും അനുഭാവികളുമൊക്കെ ഈ പോലീസിനെതിരായ സർക്കാരിനെതിരായ പ്രതിഷേധത്തിൽ
അണിനിരക്കുന്നുണ്ട്. വലിയ തോതിൽ ആളുകളെ സംഘടിപ്പിക്കാൻ ഈ ചെറിയ സമയം കൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ സംഭവത്തോടു കൂടി തന്നെ അത്തരത്തിൽ കോൺഗ്രസ് ശക്തമാകുന്നത്, ഐക്യപ്പെടുന്നത് രാഷ്ട്രീയപരമായി LDFന് CPMന് വലിയ തിരിച്ചടിയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായി കോൺഗ്രസ് ശക്തിപ്പെട്ട് ഐക്യപ്പെട്ട് ഒരു വിഷയത്തിന്മേൽ കേന്ദ്രീകരിച്ച് ഇതുപോലെ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും CPMന് LDFന് വലിയ തിരിച്ചടി തന്നെയാണ്. എന്ന് മാത്രമല്ല, പോലീസിനെ സംബന്ധിച്ചായാലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ പോലീസിനെ ശക്തമായി കടന്നാക്രമിക്കുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, പോലീസിനെ, അതായത് റൂറൽ SP അടക്കമുള്ള ആളുകളെ വീട്ടിൽ കിടത്തി ഉറക്കാത്ത വിധത്തിലുള്ള സമരങ്ങൾ ചെയ്യുമെന്നും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നിയമ നടപടികളിലേക്ക് പോകുമെന്നും ഒക്കെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടാർഗറ്റ് ചെയ്തത് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിട്ടത് റൂറൽ SP-യാണ്. റൂറൽ SP-യുടെ കീഴിലാണ് ഈ പറയപ്പെടുന്ന പേരാമ്പ്ര ഉൾപ്പെടുന്ന പ്രദേശങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ റൂറൽ SP-യെ കേന്ദ്രീകരിച്ചൊരു കടന്നാക്രമണമാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നടത്തിയത്. പക്ഷേ റൂറൽ SP പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായി എന്ന നിലയിൽ തുറന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തിയതോടുകൂടി കോൺഗ്രസ് റൂറൽ SP-യുടെ നേരെയുള്ള കടന്നാക്രമണം അവസാനിപ്പിച്ച് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ റൂറൽ SP-ക്ക് നേരെ ഉണ്ടായ ആ കടന്നാക്രമണം റൂറൽ SP-ക്കും ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ടാകണം. കാരണം ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ അത് റൂറൽ SP-യെയും ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ലോക്സഭാ MP-യുടെ പ്രിവിലേജാണ്, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയല്ല, മറിച്ച് ആ പദവി ഉണ്ടല്ലോ, MP എന്ന് പറയുന്ന പദവി, അത് ജനാധിപത്യപരമായിട്ട് പ്രത്യേക അവകാശങ്ങളുള്ള ഒരു പദവി തന്നെയാണ്. അപ്പോൾ ഒരു MP-യെ ഒരു കാരണവുമില്ലാതെ മുഖത്തടിച്ച് മൂക്കിൻ്റെ പാലം പൊട്ടിച്ചു എന്ന് പറയുന്നത് ലോക്സഭാ സ്പീക്കർക്കും മറ്റും പരാതി എത്തിക്കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ആ മേഖലയുടെ ചുമതലയുണ്ടായിരുന്ന സകല പോലീസ് ഉദ്യോഗസ്ഥർക്കും വലിയ തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടന്നു എന്നുകൂടി കണ്ടെത്തിയാൽ പോലീസുകാരുടെ ഭാവി തന്നെ അവതാളത്തിലാകും. പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള നടപടികളെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ സംഭവസ്ഥലത്തില്ലാതിരുന്ന താൻ, അതായത് റൂറൽ SP ബൈജു സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 DYSP-മാരാണ് അവിടെ ഉണ്ടായിരുന്നത്, വടകര DYSP-യും പേരാമ്പ്ര DYSP-യും. അപ്പോൾ റൂറൽ SP നേരിട്ട് സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ഇതിൽ നേരിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ തൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ആക്രമണം ഉണ്ടായത് എന്ന് ബോധിപ്പിക്കേണ്ടത് റൂറൽ SP-യുടെ ചുമതലയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യം കൂടിയാണ്. അതുകൊണ്ടായിരിക്കണം റൂറൽ SP പോലീസുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ആ പറച്ചിൽ, റൂറൽ SP-യുടെ തുറന്നു പറച്ചിൽ തീർച്ചയായിട്ടും കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച CPMന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അത് പറഞ്ഞപ്പോഴും ഞാൻ മറ്റൊരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ ഒരു നടന്ന സംഭവം ചെറിയൊരു സംഭവമാണ്, ചെറിയൊരു ലാത്തി ചാർജ് ആണ് എന്നാണ് CPMന്റെ വാദം. പക്ഷേ ഈ ലാത്തി ചാർജ് എത്രമാത്രം രൂക്ഷമാണ്, അല്ലെങ്കിൽ ഇതിന്റെ ദൃശ്യങ്ങളടക്കം കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുമുണ്ട്. ഏത് പോലീസുകാരനാണ് ഇത് ചെയ്തതെന്ന് വരെ കോൺഗ്രസുകാർക്ക് അറിയാം, അല്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, CPM ആദ്യം മുതലേ തന്നെ ഈ സംഭവത്തെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് നാടാകുമ്പോൾ പ്രതിഷേധമുണ്ടാകും, നാട്ടുകാരാകുമ്പോൾ ചിലപ്പോൾ പോലീസുമായി ഏറ്റുമുട്ടും, രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ പോലീസിൻ്റെ ഇന്ന് തല്ല് കിട്ടും, അതിലെന്താണ് ഇത്ര പ്രശ്നം, ഞങ്ങളും തല്ല് വാങ്ങിച്ചവരാണ് എന്നൊക്കെയാണ് CPMൻ്റെ പല നേതാക്കളും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ ഇവിടെ ഒരു വിഷയമുള്ളത്, ഈ പറയുന്ന MP എന്ന് പറയുന്നത് വെറും ഒരാളല്ല, ഒരു സാധാരണ മനുഷ്യനല്ല. അല്ലെങ്കിൽ ജയിക്കിനെ പോലെ, അല്ലെങ്കിൽ വസീഫിനെ പോലെ, സനോജിനെ പോലെ ചാനലുകളിൽ വന്നിരുന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് MP എന്ന പദവിക്ക് കുറേയേറെ മാനങ്ങളുണ്ട്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനാധിപത്യ അവകാശങ്ങൾ, അതായത് MP-ക്ക് ജനപ്രതിനിധിക്കുള്ള ചില പ്രിവിലേജുകൾ, അവകാശങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിന് നേരെ ഉണ്ടായ ആക്രമണം അപലപിക്കപ്പെടേണ്ട ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെങ്കിലും ഒരു ജനപ്രതിനിധി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ അപലപിക്കേണ്ടതാണ്, അതിനൊപ്പം നിൽക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഘടകവിരുദ്ധമായി LDF-ൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് CPM-ൻ്റെ DYFI-യുടെയൊക്കെ നേതാക്കൾ കോൺഗ്രസ് പ്രകോപനം നടത്തിയതുകൊണ്ടാണ് പ്രശ്നമുണ്ടായത്, ഷാഫി കാണിച്ചത് ഷോയാണ്, ചോരയല്ല മഷിക്കുപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തീർത്തും ബാലിശമായ വികലമായ പ്രസ്താവനകളുമായി, അതായത് ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ 7 അയലത്ത് പോലും എത്താത്ത വിധത്തിലുള്ള വല്ലാത്ത രീതിയിലുള്ള പ്രസ്താവനകളാണ് ഈ CPM-ൻ്റെ ഭാഗത്തു നിന്ന്, DYFI-യുടെ ഭാഗത്തു നിന്ന് തുടക്കത്തിലുണ്ടായത്. പക്ഷേ ഈ പ്രസ്താവനകളുടെ മുഴുവൻ മുനയൊടിക്കുന്ന വിധത്തിലാണ് റൂറൽ SP തുറന്നു പറഞ്ഞത് ചില പോലീസുകാർക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ട്,
ചില പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ലാത്തി ചാർജിന് ഉത്തരവിട്ടിട്ടില്ലായിരുന്നു, അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ലായിരുന്നു എന്ന നിലയിലൊക്കെ റൂറൽ SP പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പോലീസുകാരുടെ അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ ചിന്തയ്ക്കനുസരിച്ചുണ്ടായ ഒരു ആക്രമണമാണിത് എന്ന് വ്യക്തമാവുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പോലീസുകാരുടെ രാഷ്ട്രീയം പരിശോധിക്കപ്പെടും. അത് കോൺഗ്രസ് പരിശോധിച്ചു. ആ കോൺഗ്രസിൻ്റെ പരിശോധനയിൽ മനസ്സിലായത് ഇയാൾ ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഒരാളാണ് എന്നാണ്. അത്തരത്തിൽ ഒരാളുടെ ചിത്രവും മറ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് വേണ്ടി, രാഷ്ട്രീയ നിലപാടിന് വേണ്ടി യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ രാഷ്ട്രീയം ജോലിസ്ഥലത്ത് പ്രകടിപ്പിച്ചു, ഒരു വധശ്രമം നടത്തി, കൊലപാതക ശ്രമത്തിന് അയാൾക്കെതിരെ കേസെടുക്കണം, അച്ചടക്ക നടപടി സ്വീകരിക്കണം, അയാളുടെ തൊപ്പി തെറിപ്പിക്കണം എന്ന് പറയുന്ന വിധത്തിലുള്ള നടപടികൾ വേണം എന്ന നിലയിൽ കോൺഗ്രസിൽ ആവശ്യങ്ങൾ ശക്തമാണ്. ഒരു പക്ഷേ ഒരു ലാത്തിചാർജിന് ഉന്നത ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ അതിനെ തുടർന്നാണ് ഈ ആക്രമണം ഉണ്ടാകുന്നതെങ്കിൽ പോലീസുകാരന് കുറച്ചെങ്കിലും രക്ഷയുണ്ടാകുമായിരുന്നു. കാരണം ഉന്നത ഉദ്യോഗസ്ഥർ ലാത്തി ചാർജ് നടത്താൻ പറഞ്ഞു, ആ സമയത്ത് ഞങ്ങൾ ലാത്തി ചാർജ് നടത്തി, ആ സമയത്ത് മുഖം നോക്കാൻ സമയം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഷാഫി പറമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു MP എന്ന നിലയിൽ തന്നെ ആ സംഘർഷത്തിൽ ഇടപെട്ട് എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ ഒരു മധ്യസ്ഥനായി നിൽക്കുന്ന സമയത്താണ് പൊടുന്നനെ പോലീസുകാരുടെ നിരയിൽ നിന്ന് പിന്നിൽ നിന്ന് അടി വരുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥന് വലിയ കുരുക്കാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിൽ കോൺഗ്രസ്സുകാർ ബോധപൂർവം ആക്രമണം നടത്തിയെന്ന മട്ടിൽ ചില ചാനലുകളിൽ ചില ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അത് കോൺഗ്രസ്സുകാർക്കിടയിൽ നിന്ന് ഒരു ടിയർ ഗ്യാസ് ഷെല്ല് പോലീസുകാർക്കിടയിൽ വീണ് പൊട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം കോൺഗ്രസ്സുകാർ നടത്തി, അതാണ് പോലീസുകാർ ഷാഫിയെ തല്ലാൻ കാരണം എന്നൊരു ന്യായീകരണം ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരു MP-യെ തല്ലിച്ചതയ്ക്കുന്ന, അതായത് മരണത്തിന് പോലും കാരണമായേക്കാവുന്ന വിധത്തിലുള്ള ഒരു ആക്രമണം നടത്തി MP-യുടെ മൂക്കിൻ്റെ പാലം പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ ഒരു ലാത്തി ചാർജ് നടത്തേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ കോഴിക്കോട് റൂറൽ SP അത് തുറന്നു പറയേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു ലാത്തി ചാർജിന് ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് നേരെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന് നേരെ നടന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആക്രമണമാണ് എന്ന് സ്ഥാപിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അത് പോലീസ് ഉദ്യോഗസ്ഥന് വലിയ തോതിലുള്ള തിരിച്ചടികൾ നൽകുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ നിയമപരമായി എത്തിക്കുക എന്നുള്ളതിലേക്കാണ് കോൺഗ്രസ് വിരൽ ചൂണ്ടുന്നത്. നന്ദി യദു.